ഡൽഹിയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ നിരാഹാര സമരം നടത്തിയ സോനം വാങ്ചുക്കിനെ കസ്റ്റഡിയിലെടുത്ത് നീക്കി. സഫ്ദർജംഗ് ആശുപത്രിയിലേക്കാണ് വാങ്ചുക്കിനെ മാറ്റിയത്. ജന്തർ മന്ദറിലെ സമരപന്തലിൽ CJP പ്രവർത്തകരുമായി സംഘർഷമുണ്ടായി. ലാത്തിചാർജ് നടന്നതായും CJP പ്രവർത്തകർ ആരോപിച്ചു. വിവരങ്ങളുമായി ബി ബാലഗോപാൽ ചേരുന്നുണ്ട് ജന്തർ മന്ദറിൽ നിന്നും. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. കസ്റ്റഡിയിലെടുത്ത് നീക്കിയിരിക്കുന്നു സോനം വാങ്ചുക്കിനെ. പ്രവർത്തകർ നേരിയ തോതിൽ സംഘർഷം ഉണ്ടാക്കിയിരുന്നു സ്ഥലത്ത്. ഇപ്പോഴെങ്ങനെയാണ് അവസ്ഥ? കൂടുതൽ വിവരങ്ങൾ എന്താണ്? മോത്തി, ഇന്ന് രാവിലെ പോലീസ് സോനം വാങ്ചുക്കിനെ കസ്റ്റഡിയിലെടുത്ത ജന്തർ മന്ദറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ജന്തർ മന്ദറിലെ ദൃശ്യങ്ങൾ നോക്കിയാൽ വലിയ തോതിലുള്ള പോലീസ് വിന്യാസം ഇപ്പോഴും നമുക്ക് ജന്തർ മന്ദറിൽ കാണാൻ വേണ്ടി കഴിയുന്നതാണ്. നിരവധി പോലീസുകാരെയാണ് ഇന്ന് രാവിലെ നൂറുകണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇവിടെ വിന്യസിച്ചിരുന്നത്. ഈ ജന്തർ മന്ദറിലേക്ക് സത്യാഗ്രഹ ഭാഗത്തേക്ക് പോകുന്ന പ്രദേശം ഇങ്ങനെ ബാരിക്കേഡ് കെട്ടി ഈ മറച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നതാണ്. ഇവിടെയാണ് ഇന്ന് രാവിലെ പോലീസ് എത്തുകയും ഈ സോനം വാങ്ചുക്കിനെ കസ്റ്റഡിയിലെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 20 ദിവസമായി സോനം വാങ്ചുക്ക് ഈ ജന്തർ മന്ദറിൽ നിരാഹാര സമരം അനുഷ്ഠിച്ച് വരികയാണ്. തുടർന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യനില വലിയ മോശമായിരിക്കുന്നു. നമുക്ക് കാണാം, ഈ ബാരിക്കേഡുകൾക്കിടയിലൂടെയാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെ ഈ പ്രദേശത്തേക്ക് ഇപ്പോൾ കടന്നു വരാൻ വേണ്ടി കഴിയുന്നത്. സോനം വാങ്ചുക്ക് സത്യാഗ്രഹം ഇരുന്ന പന്തലിന്റെ പിൻഭാഗമാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഇതുവഴിയാണ് ഇന്ന് രാവിലെ ഈ പോലീസ് ആംബുലൻസിൽ ഈ സോനം വാങ്ചുക്കിനെ ഈ സ്ഥലത്ത് നിന്ന് കസ്റ്റഡിയിലെടുത്ത് ഈ ഡൽഹിയിലെ സഫ്ദർജംഗ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. പുലർച്ചെ 6:30 കൂടിയായിരുന്നു ഈ പോലീസിന്റെ ഈ ആക്ഷൻ ആരംഭിക്കുന്നത്. ഡൽഹി പോലീസിന്റെ പുതിയ കമ്മീഷണർ ഇന്നലെ ചുമതലയേറ്റിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലൊരു ആക്ഷൻ ഈ പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഇപ്പോൾ ഈ സോനം വാങ്ചുക്കിനെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകർ ഇവിടെ ഈ പ്രതിഷേധ സമരവും, അതായത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സമരവും മറ്റും നടത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഈ നിരവധി കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകർ ഇപ്പോൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ വേദിയിലായിരുന്നു സോനം വാങ്ചുക്ക് അവിടെയായിരുന്നു അദ്ദേഹം ഈ നിരാഹാര സമരം അനുഷ്ഠിച്ചിരുന്നത്. ഇന്ന് രാവിലെ ഏതാണ്ട് 50ഓളം പോലീസ് ഉദ്യോഗസ്ഥർ സിവിൽ വേഷത്തിലെത്തുകയും സോനം വാങ്ചുക്കിനെ ആ വേദിയിൽ നിന്ന് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുക്കുകയുമാണ് ചെയ്തിരുന്നത്. 20-ാം തീയതി കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പാർലമെന്റ് മാർച്ച് ആഹ്വാനം ചെയ്തിരുന്നു. അതുവരെ താൻ സമരം തുടരുമെന്നായിരുന്നു ഈ സോനം വാങ്ചുക്ക് അറിയിച്ചിരുന്നത്. പക്ഷേ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിലേക്ക് മാറുന്ന സാഹചര്യത്തിലാണ് ഈ അദ്ദേഹത്തിനെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഏതായാലും നിലവിൽ നമുക്ക് കാണാം, ഈ ദൃശ്യങ്ങളിൽ കാണാം, ഈ നിരവധി കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകർ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ ഈ സോനം വാങ്ചുക്കിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇവിടെ മുദ്രാവാക്യവും മറ്റും വിളിക്കുന്നുണ്ട്. ഈ സോനം വാങ്ചുക്കിനെ കസ്റ്റഡിയിലെടുക്കുന്ന സമയത്ത് കാര്യമായ തോതിലുള്ള പോലീസ് കാര്യമായി ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതാക്കൾ ആരും തന്നെ ഇല്ലായിരുന്നു. നേതാക്കൾ ഇല്ലാത്ത സമയത്തായിരുന്നു പോലീസിന്റെ ഈ ആക്ഷൻ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടന്നത്. അവിടെ ഉണ്ടായിരുന്ന ചില പ്രവർത്തകർ, അതായത് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ചില പ്രവർത്തകർ ഈ കസ്റ്റഡിയിലെടുക്കുന്നത് തടയുന്നത് ശ്രമിച്ചിരുന്നു. പക്ഷെ അത് നേരിയ തോതിലുള്ള സംഘർഷത്തിന് വഴിവെച്ചിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ എണ്ണത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകർ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആക്ഷൻ വളരെ പെട്ടെന്ന് നടത്താൻ വേണ്ടി കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ സഫ്ദർജംഗ് ആശുപത്രിയിലേക്കാണ് സോനം വാങ്ചുക്കിനെ മാറ്റിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില അല്പം മോശമാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ ആശുപത്രിയിലും അദ്ദേഹം നിരാഹാര സമരം അനുഷ്ഠിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഏതായാലും അദ്ദേഹത്തിന് ഈ സോനം വാങ്ചുക്കിന് വേണ്ട വൈദ്യസഹായം നൽകി വരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ സമരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെ സംബന്ധിച്ച് CJP നേതൃത്വം ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. 20-ാം തീയതി പാർലമെന്റ് മാർച്ച് ഉൾപ്പെടെ കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള ഒരു നടപടിയും അല്ലെങ്കിൽ ആലോചനയുമാണ് ഇപ്പോൾ CJPയുടെ ഭാഗത്ത് നിന്ന്. ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ജന്തർ മന്ദറിൽ നിന്നും. അവിടെ സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്ത് നീക്കിയതിനു ശേഷം കോക്രോച്ച് ജനതാ പാർട്ടി
പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തുകയും മറ്റുമാണ്. യോഗം ചേരുകയും കൂടിയാലോചനകൾ നടത്തുകയും ചെയ്യുന്നു. 20-ന് ഇനി നടത്താനിരിക്കുന്ന പാർലമെന്റ് മാർച്ചുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലും തീരുമാനമുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആരോഗ്യനില വഷളായ സോനം വാങ്ചുക്കിനെ സഫ്ദർജംഗ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്.